പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവിനെതിരെ തിരൂരിൽ CPM-ന്റെ ബഹുജന മാർച്ച്. ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. അടിക്കടി പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചതോടെ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമായിരിക്കുന്നതായി CPM ചൂണ്ടിക്കാട്ടി. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E. ജയൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് ആരംഭിച്ചത് ഇന്നലെയാണ്. ഏതാണ്ട് 1991 ആരംഭിച്ചിട്ടുള്ള നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ സാമ്പത്തിക മേഖലയും, നമ്മുടെ പൊതുമേഖലാ സംരംഭങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി കോർപ്പറേറ്റ് മുതലാളിമാർക്ക് നമ്മുടെ നാട്ടിൽ തടിച്ചു വളരാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തു. അത് BJP-യുടെ ഗവൺമെന്റ് ആയിരുന്നില്ല, അത് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു. ആ കോൺഗ്രസ് ഗവൺമെന്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് സ്വതന്ത്ര വിപണിയിലേക്ക് വിട്ടുകൊടുത്തപ്പോൾ നമ്മളോട് പറഞ്ഞത് കയറുമ്പോ കയറും, ഇറങ്ങുമ്പോ. എന്നാൽ അന്ന് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ അന്നേക്ക് എതിർത്തിട്ടുണ്ട്. കാരണം കയറുന്ന സാധനം പിന്നെ ഇറങ്ങിയ പതിവ് അല്ലെങ്കിൽ അതിന്റെ ഒരു ചരിത്രം നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ല. നമ്മളെപ്പോഴത്തെ അനുഭവം അതാണ് സൂചിപ്പിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കയറി. ഇപ്പൊ കോവിഡ് കാലത്ത് എന്തായിരുന്നു അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില? കോവിഡ് കാലത്ത് $24 മാത്രം ഉണ്ടായിരുന്ന അന്താരാഷ്ട്ര വിപണിയിൽ ഒരു വീപ്പ ക്രൂഡ് ഓയിലിന്റെ വില എങ്കിൽ അന്ന് നമ്മുടെ നാട്ടിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു. ഏതാണ്ട് 30 രൂപയ്ക്ക് താഴെ 1 ലിറ്റർ പെട്രോളും ഡീസലും കൊടുക്കാൻ കഴിയുമായിരുന്ന സാഹചര്യത്തിൽ 1 രൂപ പോലും കുറയ്ക്കാതെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു. കോൺഗ്രസിന്റെ ഭരണകാലത്ത് പെട്രോളിയം ആണ് സ്വതന്ത്ര വിപണിയിലേക്ക് വിട്ടുകൊടുത്തതെങ്കിൽ BJP വന്നപ്പോ ഡീസലിന്റെ വില നിലവാരവും നിശ്ചയിക്കാനുള്ള അധികാരം പെട്രോളിയം കമ്പനിക്കാർക്ക് കൊടുത്തു. കോൺഗ്രസിന് എതിർക്കാൻ വേണ്ടി കഴിയും. കാരണം കോൺഗ്രസ് ആണ് അത് തുടങ്ങി വെച്ചത്. എല്ലാ അധികാരങ്ങളും പെട്രോളിയം കമ്പനിക്കാർക്ക് വിട്ടുകൊടുത്തപ്പോ പെട്രോളിയം കമ്പനിക്കാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളോട് പറയും, ഞങ്ങൾ നഷ്ടത്തിലാണ്, കോടിക്കണക്കിന് രൂപ നഷ്ടത്തിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധന. BJP RSSന്റെ നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞ ഗിരീഷ് ഇവിടെ സൂചിപ്പിച്ചു, പണ്ട് കാളവണ്ടിയും ഓട്ടോറിക്ഷയും ഒക്കെ കൈക്ക് വലിച്ചുകൊണ്ട് തള്ളിക്കൊണ്ടുപോയി സമരം നടത്തിയവരാണവർ. അന്ന് ഒരു മീഡിയയിൽ ചർച്ചയ്ക്ക് ഇരുന്നപ്പോ V. മുരളീധരൻ പറഞ്ഞത് എന്താ, അല്ല സുരേന്ദ്രൻ പറഞ്ഞത് എന്താ, 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കിട്ടിയാൽ നിങ്ങൾക്ക് കുടിക്കുമെന്നാണ്. നമ്മളെ കളിയാക്കുന്ന ചോദിച്ചത്. ഞങ്ങൾ 50 രൂപയ്ക്ക് പെട്രോൾ കേന്ദ്രത്തിൽ BJP RSSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നാൽ 50 രൂപയ്ക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വിതരണം ചെയ്താൽ അതിൽ പ്രയാസമുണ്ടാവോ? നിങ്ങൾ നോക്കുക, ഭരണം കയറിയിട്ട് എത്ര നാളായി? 2014 സുരേന്ദ്രൻ അടക്കമുള്ള V. മുരളീധരൻ അടക്കമുള്ള BJP RSS നേതാക്കന്മാർ ഈ പ്രചരണം നടത്തിയത്. അതിനു മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ വിലവർദ്ധനവ് കൊണ്ടുവന്നപ്പോ വിലവർദ്ധനവ് കൊണ്ടുവരുന്നതിനായി വലിയ പ്രതിഷേധം നയിച്ചവരാണ്. താഴെപ്പാലത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സിറ്റി ജംഗ്ഷൻ, സെൻട്രൽ ജംഗ്ഷൻ വഴി നഗരം ചുറ്റിയാണ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെത്തിയത്. ഏരിയ സെക്രട്ടറി ഷാജി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഗഫൂർ P. ലില്ലീസ്, P. ഹംസക്കുട്ടി, ബഷീർ കൊക്കാട്, P. മുഹമ്മദ് അലി, P. ലക്ഷ്മണൻ, S. ഗിരീഷ്, C. K. ബാവക്കുട്ടി, ഗീത പള്ളിയേരി, V. ചന്ദ്രശേഖരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്.
തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, കാർഗോ, ലോജിസ്റ്റിക്സ്, ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് വേൾഡ് വൈഡ് ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, ഓപ്പോസിറ്റ് ടൗൺ ഹാൾ, തിരൂർ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9388221922. ട്രാവൽ ആൻഡ് ടൂറിസം, ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള 3-year ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.